അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ 1ാമത്തെ പാഠം സത്തുറുൽ ഔറത്തി, ഔറത്ത് മറക്കൽ. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഔറത്ത് മറക്കൽ നിസ്കാരം സ്വഹീഹാകാനുള്ള ഷർത്താണല്ലോ. അതിൽ ചെറിയവർ വലിയവർ എന്നോ ഒറ്റക്കോ ഇരുട്ടിലോ എന്ന വ്യത്യാസമില്ല. പുരുഷൻ്റെ ഔറത്ത് മുട്ട് പൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. പുരുഷൻ്റെ ഔറത്ത് മുട്ട് പൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. സ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ്. സ്ത്രീയുടെ ഔറത്ത് നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ്. അന്യപുരുഷൻ്റെ അടുക്കൽ ശരീരം മുഴുവനുമാണ്. അന്യപുരുഷൻ്റെ അടുക്കൽ ശരീരം മുഴുവനുമാണ്. ഒറ്റക്കും വിവാഹബന്ധം ഹറാമായവരുടെ സമീപത്തും മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. ഒറ്റക്കും വിവാഹബന്ധം ഹറാമായവരുടെ സമീപത്തും മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്തവയാണ്. അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ജോലി സമയത്ത് വെളിവാകുന്ന ഭാഗം അല്ലാത്തവയാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് തൊലിയുടെ നിറം കാണാത്തത് കൊണ്ടായിരിക്കണം മറക്കേണ്ടത്. തൊലിയുടെ നിറം കാണാത്തത് കൊണ്ടായിരിക്കണം മറക്കേണ്ടത്. മുകൾ ഭാഗവും ചുറ്റുഭാഗവും മറക്കണം. അടിഭാഗം മറക്കേണ്ടതില്ല. ഔറത്ത് മറക്കാവുന്ന ഒന്നും ഇല്ലാത്തവൻ നഗ്നനായി നിസ്കരിക്കണം. ആ നിസ്കാരം മടക്കേണ്ടതില്ല. സുന്നത്തുകൾ: 2 വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുക, മറ്റൊന്ന് മുമ്പിൽ മറയുണ്ടെങ്കിൽ മേൽത്തട്ടമാക്കുക, ഇല്ലെങ്കിൽ അത് മുസല്ലയാക്കുക. 2 വസ്ത്രം മാത്രമുള്ളവൻ ഒന്ന് ധരിക്കുക, മറ്റൊന്ന് മുമ്പിൽ മറയുണ്ടെങ്കിൽ മേൽത്തട്ടമാക്കുക, ഇല്ലെങ്കിൽ അഥവാ മറ ഇല്ലെങ്കിൽ അത് മുസല്ലയാക്കുക. നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കുക, തലയും ചുമലും മറക്കുക. വെള്ള വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം. വെള്ള വസ്ത്രമാണ് ഏറ്റവും ശ്രേഷ്ഠം. പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ. ശരീരവണ്ണം പ്രകടമാകുന്ന വസ്ത്രം പുരുഷന് ഉത്തമമല്ല. സ്ത്രീകൾക്ക് അത് കറാഹത്താണ്. നജസായ നനവില്ലാത്ത വസ്ത്രം നിസ്കാരത്തിൽ അല്ലെങ്കിൽ ധരിക്കാവുന്നതാണ്. നജസായ നനവില്ലാത്ത അഥവാ നനവല്ലാത്ത നജസ് അങ്ങനെയുള്ള വസ്ത്രം നിസ്കാരത്തിൽ അല്ലെങ്കിൽ ധരിക്കാവുന്നതാണ്. സ്വർണം, വെള്ളി, പട്ട് എന്നിവയെക്കുറിച്ചുള്ള ചില വിഷയങ്ങളാണ് പറയുന്നത്. പട്ട് വസ്ത്രങ്ങൾ, സ്വർണം, വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്ക് ഇവ ധരിപ്പിക്കൽ അനുവദനീയമാണ്. ഒരു വെള്ളി മോതിരം ചെറുവിരലിൽ അണിയൽ പുരുഷന് സുന്നത്താണ്. ഒരു വെള്ളി മോതിരം ചെറുവിരലിൽ അണിയൽ പുരുഷന് സുന്നത്താണ്. അത് വലത് കയ്യിലാവലാണ് ഉത്തമം. അത് വലത് കയ്യിലാവലാണ് ഉത്തമം. ചൂണ്ടുവിരലിലും നടുവിരലിലും കറാഹത്താണ്. ചൂണ്ടുവിരലിലും നടുവിരലിലും കറാഹത്താണ്. ചായം കൊടുക്കൽ അഥവാ നിറം നൽകൽ. നെയ്തതിനു ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. നെയ്തതിനു ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്താണ്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ പുരുഷന് സുന്നത്തും കറുപ്പിക്കൽ ഹറാമുമാണ്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ പുരുഷന് സുന്നത്തും കറുപ്പിക്കൽ ഹറാമുമാണ്. പുരുഷന് കൈകാലുകളിൽ
കാരണമില്ലാതെ മൈലാഞ്ചി ഇടലും താടി വടിക്കലും ഹറാമാണ്. പുരുഷന് കൈകാലുകളിൽ കാരണമില്ലാതെ മൈലാഞ്ചി ഇടലും താടി വടിക്കലും ഹറാമാണ്. ഇതാണ് പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ തദ്രീബാത്തിലുള്ള ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഇഖ്തരി സഹീഹ ബിഹാദിഹി, ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്തുക. നമുക്ക് നോക്കാം. പുരുഷൻ്റെ ഔറത്ത് ഇവിടെ 3 നൽകിയിട്ടുണ്ട്. അതിൽ ശരിയായത് മുട്ട് പൊക്കിളിനിടയിലുള്ള ഭാഗം. പുരുഷൻ്റെ ഔറത്ത് മുട്ട് പൊക്കിളിനിടയിലുള്ള ഭാഗം. ചോദ്യം 2, നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് അതിൻ്റെ ശരിയായ ഭാഗം മുഖവും 2 മുൻകൈയും ഒഴികെ എല്ലാം. മുഖവും 2 മുൻകൈയും ഒഴികെ എല്ലാം. ഇതാണ് നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. ചോദ്യം 3, പുരുഷന് അണിയൽ സുന്നത്തായ ആഭരണം. പുരുഷന് അണിയൽ സുന്നത്തായ ആഭരണം ഒരു വെള്ളി മോതിരം. ഒരു വെള്ളി മോതിരം. അതാണ് ശരിയായ. 4, വസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിറം. വസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിറം വെള്ള എന്നുള്ളതാണ് ശരി. വസ്ത്രത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിറം വെള്ള. ഇനി ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ബയ്യിനുൽ അഹ്കാം, വിധികൾ വ്യക്തമാക്കുക എന്നുള്ളതാണ്. ചോദ്യം 1, നെയ്ത ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്ത്. നെയ്ത ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ കറാഹത്ത്. ചോദ്യം 2, നരച്ച മുടിക്ക് ചുവപ്പ് മഞ്ഞ കളർ കൊടുക്കൽ സുന്നത്ത്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളർ കൊടുക്കൽ സുന്നത്ത്. 3, കറുപ്പ് കളർ കൊടുക്കൽ ഹറാം. കറുപ്പ് കളർ കൊടുക്കൽ ഹറാം. അടുത്ത ഭാഗം ബയ്യിൻ, വ്യക്തമാക്കുക എന്നുള്ളതാണ്. ചോദ്യം 1, അന്യപുരുഷന് സമീപം സ്ത്രീയുടെ ഔറത്ത്. അന്യപുരുഷന് സമീപം സ്ത്രീയുടെ ഔറത്ത്. ഉത്തരം അന്യപുരുഷൻ്റെ അടുക്കൽ ശരീരം മുഴുവനുമാണ്. അന്യപുരുഷൻ്റെ അടുക്കൽ ശരീരം മുഴുവനും ഔറത്താണ്. ചോദ്യം 2, പുരുഷൻ്റെ ഔറത്ത്. ഉത്തരം മുട്ട് പൊക്കിളിനിടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ ഔറത്ത്. മുട്ട് പൊക്കിളിനിടയിലുള്ള സ്ഥലമാണ് പുരുഷൻ്റെ ഔറത്ത്. ചോദ്യം 3, പുരുഷന് അണിയൽ ഹറാമായ വസ്തുക്കൾ. പുരുഷന് അണിയൽ ഹറാമായ വസ്തുക്കൾ. ഉത്തരം പട്ടുവസ്ത്രങ്ങൾ, സ്വർണം വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ്. പട്ടുവസ്ത്രങ്ങൾ, സ്വർണം വെള്ളി ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ്. ചോദ്യം 4, നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത്. ഉത്തരം നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ്. നിസ്കാരത്തിൽ മുഖവും 2 മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളുമാണ് ഔറത്ത്. ചോദ്യം 5, പുരുഷൻ നരച്ച മുടിക്ക് മൈലാഞ്ചി ചായം ഇടുന്നതിൻ്റെ വിധി. പുരുഷൻ നരച്ച മുടിക്ക് മൈലാഞ്ചി ചായം ഇടുന്നതിൻ്റെ വിധി. ഉത്തരം നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളറ് കൊടുക്കൽ പുരുഷന് സുന്നത്താണ്. നരച്ച മുടിക്ക് ചുവപ്പോ മഞ്ഞയോ കളറ് കൊടുക്കൽ പുരുഷന് സുന്നത്താണ്. എന്നാൽ കറുപ്പിക്കൽ ഹറാമാണ്. കറുപ്പിക്കൽ ഹറാമാണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം ലഅ അലാമത്ത സഹീഹൻ ഔ ഖത്അൻ ഒ സഹീഹിൽ ഖത്അ. ശരിയായതിന് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തണം. തെറ്റിനെ ശരിയാക്കി എഴുതുകയും വേണം. നമുക്ക് നോക്കാം. ചോദ്യം 1, പുരുഷന് ചൂണ്ടുവിരലിൽ മോതിരം ധരിക്കുന്നതാണ് സുന്നത്ത്. അത് തെറ്റാണ്. ശരിയായത് ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത്. ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത്. ചോദ്യം 2, പുരുഷന് സ്വർണവും പട്ടും ധരിക്കുന്നത് ഹലാലാണ്. അത് തെറ്റാണ്. അതിൻ്റെ ശരിയായ രൂപം ഹറാമ് എന്നുള്ളതാണ്.
പുരുഷന് സ്വർണവും പട്ടും ധരിക്കുന്നത് ഹറാമാണ്. ചോദ്യം 3. ഔറത്ത് മറക്കാൻ ഒന്നുമില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. അത് ശരിയാണ്. അതിൻ്റെ നിയമം വാജിബ് എന്നുള്ളതാണ്. ഔറത്ത് മറക്കാനൊന്നുമില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. അത് വാജിബാണ്, നിർബന്ധമാണ്, മടക്കേണ്ടതില്ല. അടുത്ത ചോദ്യത്തിൻ്റെ ഭാഗം അൻഷിത്തത്തുൽ തബ്തുബിഖിയ അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. 1. പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിസ്കരിക്കുമ്പോൾ അതേപോലെ നിസ്കാരമല്ലാത്ത സമയത്ത് ഒക്കെ പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 1. ഞെരിയാണിക്ക് താഴെ പാൻസ് ഉണ്ടാവുന്നത് ശ്രദ്ധിക്കുക. ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. അത് പാൻസ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞെരിയാണിക്ക് താഴെയായാൽ അവൻ്റെ നിസ്കാരം സ്വഹീഹാകൂല എന്നും അതുപോലെ അഹങ്കാരിയാണ് എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് പാൻസ് ധരിക്കുമ്പോൾ ഔറത്ത് മറയുന്ന രൂപമുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. അഥവാ പൊക്കിളിൻ്റെ ഭാഗം മറയുന്ന അത്ര പാൻസ് വരുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കുക. നിസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് പാൻസ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നും കൂടി നമ്മൾ ഓർത്ത് അത് കൃത്യമായ രൂപത്തിൽ തന്നെ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. വെള്ള വസ്ത്രം ശ്രേഷ്ഠമാണ് എന്നതിനുള്ള കാരണങ്ങൾ. വെള്ള വസ്ത്രമാണ് ധരിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത്. അത് ഹദീസിൽ വന്നതും കൂടിയാണ് വെള്ള വസ്ത്രത്തിനുള്ള ശ്രേഷ്ഠത. കൂടാതെ മരിച്ചാൽ കഫൻ ചെയ്യുന്നതും വെള്ള വസ്ത്രത്തിലാണ്. അതുകൊണ്ട് വെള്ള വസ്ത്രത്തിന് ശ്രേഷ്ഠതയുണ്ട്. അതുതന്നെയാണ് നിസ്കാരത്തിലും മറ്റുമായി വെള്ള വസ്ത്രത്തിനുള്ള ശ്രേഷ്ഠതയായി ഹദീസിൽ പറഞ്ഞത്. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി നല്ലതുപോലെ ജീവിതത്തിൽ ക്രമീകരിക്കാൻ, പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ഫിഖഹിൻ്റെ രണ്ടാമത്തെ പാഠം അദ്ദർസു സാനി, പാഠം 2, ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയിലേക്ക് മുന്നിടുക. ഇതാണ് പാഠത്തിൻ്റെ പേര്. ഖിബ്ലയിലേക്ക് മുന്നിടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. നമ്മൾ തദ്രീബാത്തിൽ നിന്ന് പഠിക്കുന്നതിന് പുറമെ പാഠഭാഗത്തിൽ നിന്നും കൂടി നമ്മൾ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചു പഠിച്ചാൽ മാത്രമേ നമുക്ക് പരീക്ഷയിൽ ചോദ്യങ്ങൾ മനസ്സിലാക്കാനും അതിന് ഉത്തരം നൽകാനും സാധിക്കുകയുള്ളൂ. നമുക്ക് പാഠഭാഗം ആദ്യം നോക്കാം. നിസ്കാരത്തിൻ്റെ ഷർത്താണല്ലോ ഖിബ്ലക്ക് മുന്നിടൽ. ഖിബ്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. അള്ളാഹു പറയുന്നു, ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ഷത്റ. നിങ്ങൾ മസ്ജിദുൽ ഹറാമിൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക. നിങ്ങൾ എവിടെയാണെങ്കിലും ആ ദിശയിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക. സൂറത്തുൽ ബഖറയുടെ 144-ാമത്തെ ആയത്താണ്. ഖിബ്ലയിലേക്ക് മുന്നിടേണ്ട രൂപം, ഖിബ്ലക്ക് മുന്നിടേണ്ട രൂപം എങ്ങനെയെന്ന് നോക്കാം. കഅബ കാണുന്നവർ ഉറപ്പായും അല്ലാത്തവർ ധാരണ പ്രകാരവുമാണ് മുന്നിടേണ്ടത്. കഅബ കാണുന്നവർ ഉറപ്പായും അല്ലാത്തവർ ധാരണ പ്രകാരവുമാണ് ഖിബ്ലയിലേക്ക് മുന്നിടേണ്ടത്. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് മുന്നിടണം. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിടണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം, ഉള്ളംകാല് എന്നിവ കൊണ്ടും മുന്നിടണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ട് മുന്നിടണം. മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും ഉള്ളംകാലും കൊണ്ട് മുന്നിടണം. രോഗം പോലെയുള്ള കാരണത്താൽ ഖിബ്ലക്ക്
മുന്നിടാൻ സാധിക്കാത്തവർ, രോഗം പോലെയുള്ള കാരണത്താൽ ഖിബിലക്ക് മുന്നിടാൻ സാധിക്കാത്തവർ സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. രോഗം പോലെയുള്ള കാരണത്താൽ ഖിബിലക്ക് മുന്നിടാൻ സാധിക്കാത്തവർ സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. പിന്നീട് മടക്കണം. വെള്ളപ്പൊക്കം, തീപിടുത്തം, ഹിംസ്ര ജന്തുക്കൾ തുടങ്ങിയവയിൽ നിന്ന് ഭയന്നോടുമ്പോൾ ഖിബിലക്ക് മുന്നിട്ടോ അല്ലാതെയോ നിസ്കരിക്കാം. അഥവാ ഭയന്ന് ഓടുന്ന സമയത്ത് നിസ്കരിക്കുമ്പോൾ ഖിബിലക്ക് മുന്നിട്ടോ അല്ലാതെയോ നിസ്കരിക്കാം. ഇനി യാത്രയിലെ നിസ്കാരം നോക്കാം. യാത്രയിലെ നിസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബസ്, ട്രെയിന്, വിമാനം തുടങ്ങിയ ഏത് വാഹനങ്ങളിലുള്ള യാത്രയിലും സമയത്തിൻ്റെ പവിത്രത മാനിച്ച് സാധ്യമാവും വിധം ഫർള് നിസ്കരിക്കണം. യാത്രയിൽ നമ്മൾ സമയത്തിൻ്റെ പവിത്രത മാനിച്ച് സാധ്യമാകും വിധം ഫർള് നിസ്കരിക്കണം. യാത്രയുടെ പേരിൽ ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. യാത്രയുടെ പേരിൽ ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. ഖിബിലക്ക് മുന്നിടലടക്കമുള്ള ഷർത്തുകളും മറ്റു ഫർളുകളും പൂർണ്ണമായി പാലിച്ചാൽ പിന്നീട് ആ നിസ്കാരം മടക്കേണ്ടതില്ല. ഖിബിലക്ക് മുന്നിടുന്ന വിഷയങ്ങളും അതേപോലെ തന്നെ മറ്റു ഫർളുകളെല്ലാം പൂർണ്ണമായി പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല. ഇല്ലെങ്കിൽ ആ നിസ്കാരം മടക്കണം. അഥവാ ഖിബിലക്ക് മുന്നിടുന്ന വിഷയത്തിലോ അല്ലെങ്കിൽ ഫർളുകൾ കൃത്യമായി ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യാതെ വരികയോ സംഭവിച്ചാൽ അവിടെ ആ നിസ്കാരത്തെ വീണ്ടും മടക്കണം എന്നുള്ളതാണ്. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ നടക്കുന്നവൻ റുക്കൂഉം സുജൂദും പൂർണ്ണമായ നിലയിൽ ചെയ്യലും അവയിലും തക്ബീറത്തുൽ ഇഹ്റാമിലും 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും ഖിബിലക്ക് മുന്നിടലും നിർബന്ധമാണ്. ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ നടക്കുന്നവൻ റുക്കൂഉം സുജൂദും പൂർണ്ണമായ നിലയിൽ ചെയ്യലും അവയിലും തക്ബീറത്തുൽ ഇഹ്റാമിലും 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും ഖിബിലക്ക് മുന്നിടലും നിർബന്ധമാണ്. വാഹനത്തിലാണെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബിലക്ക് മുന്നിടണം. തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബിലക്ക് മുന്നിടണം. റുക്കൂഉം സുജൂദും പോകുന്ന ഭാഗത്തേക്കായി ആംഗ്യം കാണിച്ചാൽ മതി. കപ്പിത്താനല്ലാത്ത കപ്പൽ യാത്രക്കാർ സുന്നത്ത് നിസ്കാരത്തിലും ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. കപ്പിത്താൻ അല്ലാത്ത കപ്പൽ യാത്രക്കാർ സുന്നത്ത് നിസ്കാരത്തിലും ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഇതാണ് പാഠഭാഗത്തിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. തദ്രീബാത്ത് കൂടി നമുക്ക് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം, യഖ്തരി സ്വഹീഹ ബിഹാദിഹി സ്വഹീഹൻ, ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്തുക. ചോദ്യം 1, ഖിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഉത്തരം കഅബ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യം 2, ഖിബിലക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്തു ചെയ്യണം? സാധ്യമായ ദിശയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അജിബ്, ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ചോദ്യം 1, കിടന്ന് നിസ്കരിക്കുന്നവർ എങ്ങനെ ഖിബിലക്ക് മുന്നിടണം? ഉത്തരം, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ട് മുന്നിടണം. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ട് മുന്നിടണം.
മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ട് മുന്നിടണം. ചോദ്യം 3. കഅബ കാണുന്നവരും അല്ലാത്തവരും എങ്ങനെ ഖിബിലക്ക് മുന്നിടണം? ഉത്തരം: കഅബ കാണുന്നവർ ഉറപ്പായും അല്ലാത്തവർ ധാരണ പ്രകാരവുമാണ് മുന്നിടേണ്ടത്. കഅബ കാണുന്നവർ ഉറപ്പായും ഖിബിലയിലേക്ക് മുന്നിടണം, അല്ലാത്തവർ ധാരണ പ്രകാരവുമാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്. ചോദ്യം 4. വാഹനത്തിൽ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ? വാഹനത്തിൽ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളേവ? ഉത്തരം: വാഹനത്തിലാണെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബിലക്ക് മുന്നിടണം. റുക്കൂഉം സുജൂദും പോകുന്ന ഭാഗത്തേക്കായി ആംഗ്യം കാണിച്ചാൽ മതി. വാഹനത്തിലാണെങ്കിൽ സൗകര്യപ്പെടുമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബിലക്ക് മുന്നിടണം. റുക്കൂഉം സുജൂദും പോകുന്ന ഭാഗത്തേക്കായി ആംഗ്യം കാണിച്ചാൽ മതി. ചോദ്യത്തിൻ്റെ 3-ാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി എന്നുള്ളതാണ്, അഥവാ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. പ്രാക്ടിക്കൽ പ്രവർത്തനത്തിലുള്ള ഭാഗം നമുക്ക് നോക്കാം. താഴെയുള്ള അവസ്ഥകളിൽ നിസ്കരിക്കുമ്പോൾ ഖിബിലക്ക് തിരിയേണ്ട വിധം. താഴെ കൊടുത്ത ചില സന്ദർഭങ്ങളിൽ നിസ്കരിക്കുമ്പോൾ ഖിബിലയിലേക്ക് എങ്ങനെ തിരിയണം നോക്കാം. നിൽക്കൽ. നിന്ന് നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്? ഉത്തരം: നിന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് മുന്നിടണം. നിന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് മുന്നിടണം. 2. ഇരിക്കൽ. ഇരുന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്? ഉത്തരം: ഇരുന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് മുന്നിടണം. ഇരുന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചുകൊണ്ട് മുന്നിടണം. 3. കിടക്കൽ. കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെ ഖിബിലയിലേക്ക് മുന്നിടണം? നമുക്ക് നോക്കാം. ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ട് ഖിബിലയിലേക്ക് മുന്നിടണം. ചെരിഞ്ഞ് കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ട് ഖിബിലയിലേക്ക് മുന്നിടണം. ഇനി മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം, ഉള്ളൻകാൽ എന്നിവ കൊണ്ട് ഖിബിലയിലേക്ക് മുന്നിടണം. മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും ഉള്ളൻകാലും ഖിബിലയിലേക്ക് മുന്നിട്ടായിരിക്കണം നിസ്കരിക്കേണ്ടത്. അടുത്തത് നടക്കൽ. നടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് ഖിബിലയിലേക്ക് മുന്നിടേണ്ടത്? നമുക്ക് നോക്കാം. ഭയന്ന് ഓടുന്ന സമയത്താണെങ്കിൽ ഖിബിലക്ക് മുന്നിട്ടോ അല്ലാതെയോ നിസ്കരിക്കാം. എന്നാൽ ഹലാലായ യാത്രയിലെ സുന്നത്ത് നിസ്കാരത്തിൽ നടക്കുന്നവൻ റുക്കൂഉം സുജൂദും പൂർണ്ണമായ നിലയിൽ ചെയ്യണം. അവയിൽ തക്ബീറത്തുൽ ഇഹ്റാമിലും 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്തത്തിലും ഖിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6-ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 3-ാമത്തെ പാഠം. അദ്ദർസു സാലിസു. പാഠം 3. അൽ ഖസ്റു വൽ ജംഉ. ഖസ്റും ജംഉമാക്കുക. ഖസ്ർ അതേപോലെ ജംഉ എന്നീ 2 കാര്യങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഖസ്ർ എന്ന് പറഞ്ഞാൽ ചുരുക്കി നിസ്കരിക്കുക. 4 റക്അത്തുള്ളതിനെ 2 റക്അത്താക്കി നിസ്കരിക്കുക എന്നതാണ്. അതുപോലെ ജംഉ എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള അല്ലെങ്കിൽ 3 റക്അത്തുള്ള സുബ്ഹി അല്ലാത്ത ബാക്കിയുള്ള 4 വക്ത് നിസ്കാരങ്ങളെ ഒരു വക്തിനെ മറ്റൊരു വക്തിലേക്ക് ചേർത്ത് നിസ്കരിക്കുന്നതിനെയാണ് ജംഉ എന്ന് പറയുന്നത്. അതായത് ളുഹ്ർ, അസ്ർ എന്നിവയും മഗ്രിബ്, ഇശാ എന്നിവയും ഒരുമിച്ച് നിസ്കരിക്കുന്നതിനെയാണ് ജംഉ എന്ന് പറയുന്നത്. ളുഹറിൻ്റെ സമയത്ത് അസ്ർ നിസ്കരിക്കുകയാണെങ്കിൽ അതിനെ തഖ്ദീം എന്നും
എന്നാൽ ളുഹ്ർ നിസ്കാരം അസ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിനെ തഅഖീർ എന്നും പറയുന്നു. അതുപോലെ മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരം മഗ്രിബിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ജമ്മു തഖ്ദീം എന്നും, എന്നാൽ മഗ്രിബ് നിസ്കാരം ഇശായിൻ്റെ സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് ജംഉ തഅഖീർ എന്നുമാണ് പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലുള്ള വിഷയങ്ങൾ നോക്കാം. ഹലാലായ യാത്രയിലെ നിസ്കാരത്തിന് ഇസ്ലാം ചില ഇളവുകൾ നൽകിയിട്ടുണ്ട്. ജംഉം ഖസുറുമായി നിസ്കരിക്കൽ അതിലൊന്നാണ്. ളുഹ്റും അസ്റും ഒന്നിച്ചും മഗ്രിബും ഇശാഉം ഒന്നിച്ചും രണ്ടിലൊന്നിൻ്റെ സമയത്ത് നിസ്കരിക്കലാണ് ജംഉ. ളുഹ്റും അസ്റും ഒന്നിച്ചും മഗ്രിബും ഇശാഉം ഒന്നിച്ചും രണ്ടിലൊന്നിൻ്റെ സമയത്ത് നിസ്കരിക്കലാണ് ജംഉ എന്ന് പറഞ്ഞാൽ. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുന്നതാണ് ഖസ്ർ. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുന്നതിനെയാണ് ഖസ്ർ എന്ന് പറയുന്നത്. ജംഇനും ഖസ്റിനും ചില നിബന്ധനകളുണ്ട്, നമുക്ക് നോക്കാം. ദീർഘയാത്രയായിരിക്കുക, അഥവാ 2 മർഹല, ഏകദേശം 133 കിലോമീറ്റർ ഉണ്ടായിരിക്കുക. ഇത്ര കിലോമീറ്റർ ഉണ്ടായാൽ മാത്രമേ ദീർഘയാത്ര എന്ന് പറയുകയുള്ളൂ. ജംഇനും ഖസ്റിനും ഇളവ് ലഭിക്കുകയുള്ളൂ. ഏകദേശം 133 കിലോമീറ്റർ ഉണ്ടായിരിക്കണം. 2, അനുവദനീയമായ യാത്രയായിരിക്കണം, അഥവാ നിഷിദ്ധമായ യാത്ര ആകരുത്. 3, ലക്ഷ്യസ്ഥാനം അറിയുക, എവിടേക്കാണോ പോകുന്നത് എന്നുള്ളത് ലക്ഷ്യം അറിഞ്ഞിരിക്കണം. 4, താമസിക്കുന്ന നാട് വിട്ട് കടക്കുക, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ നാട് വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയാൽ മാത്രമേ ഈ ഇളവ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ജം ആണെങ്കിൽ ജംഅ്, ഖസ്റാണെങ്കിൽ ഖസ്ർ എന്നിവ ഉപയോഗിക്കുന്നത് നാട്ടിൻ്റെ അതിർത്തി കഴിഞ്ഞതിന് ശേഷമാണ്. അതാണ് താമസിക്കുന്ന നാട് വിട്ട് കടക്കുക എന്ന് പറഞ്ഞത്. ഇനി ഖസ്റിൻ്റെ നിബന്ധനകൾ നോക്കാം. നിയ്യത്തിൽ ഖസ്റിനെ കരുതുക, നിയ്യത്ത് ചെയ്യുമ്പോൾ ഖസ്റിനെ കരുതണം. നിസ്കാരം കഴിയുവോളം യാത്രയിലാവുക, നിസ്കാരം കഴിയുവോളം യാത്രയിൽ തന്നെയായിരിക്കണം, അഥവാ യാത്ര കഴിഞ്ഞതിന് ശേഷം ഈ ഇളവുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്നർത്ഥം. 3, പൂർത്തിയാക്കി നിസ്കരിക്കുന്നവനോട് തുടരാതിരിക്കുക. ഖസ്റായി നിസ്കരിക്കുന്നവൻ ളുഹ്റാണെങ്കിൽ അല്ലെങ്കിൽ അസ്റാണെങ്കിൽ അല്ലെങ്കിൽ ഇശ ആണെങ്കിൽ 2 റക്അത്ത് നമസ്കരിക്കും ഖസ്റാക്കുമ്പോൾ. ഈ ഖസ്റാക്കി നിസ്കരിക്കുന്നവൻ പൂർണ്ണമായി നിസ്കരിക്കുന്ന ളുഹ്ർ 4 റക്അത്ത്, അസ്ർ 4 റക്അത്ത്, ഇശ 4 റക്അത്ത് എന്നിങ്ങനെയുള്ള നിസ്കരിക്കുന്നവരോട് തുടരാതിരിക്കണം. ഇനി ജംഅ് 2 വിധമുണ്ട്. ജംഅ് എന്ന് പറഞ്ഞാൽ 2 വിധമുണ്ട്. ഒന്ന് ജംഅ് തഖ്ദീമാണ്. ജംഅ് തഖ്ദീം അസ്ർ ളുഹ്റിൻ്റെയും ഇശാ മഗ്രിബിൻ്റെയും സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കൽ. അസ്റിന് ളുഹ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു, ഇശാ ളുഹ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നു. ഇങ്ങനെ നിസ്കരിക്കുന്നതിനാണ് മുന്തിച്ച് നിസ്കരിക്കുക എന്ന് പറയുന്നത്, ജംഉ തഖ്ദീം എന്ന് പറയുന്നത്. ഇനി ജംഉ തഖ്ദീമിൻ്റെ നിബന്ധനകൾ നോക്കാം. 1, ആദ്യ നിസ്കാരം കൊണ്ട് തുടങ്ങുക, അഥവാ ളുഹ്റും അസ്റും ജമാക്കുകയാണെങ്കിൽ ആദ്യം ളുഹ്ർ നിസ്കരിക്കുക, പിന്നീട് അസ്ർ നിസ്കരിക്കുക. 2, ആദ്യ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതുക. ആദ്യത്തെ നിസ്കാരത്തിൽ രണ്ടാമത്തേതിനെ മുന്തിച്ച് ജമാക്കുന്നു എന്ന് കരുതണം. അത് നിസ്കാരത്തിൽ തന്നെ കരുതേണ്ടതാണ്. 3, അധികം ഇടവേള ഇല്ലാതെ രണ്ടും തുടർച്ചയായി നിസ്കരിക്കുക. ഇപ്പോൾ 2 വഖത്ത് നിസ്കാരം ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ഇവിടെ അധികം ഇടവേള ഇല്ലാതെ രണ്ടു പേരും തുടരാൻ, അഥവാ 2 പേരും
ഇടവേളയില്ലാതെ തന്നെ തുടരെയായിട്ട് നിസ്കരിക്കുന്നവരായിരിക്കണം. അടുത്ത നിബന്ധന, രണ്ടാം നിസ്കാരം തുടങ്ങും വരെ യാത്രയിലാവുക. രണ്ടാം നിസ്കാരം തുടങ്ങും വരെ യാത്രയിൽ ഉണ്ടായിരിക്കണം. ഇനി ജമ്മു തഅഖീർ എന്ന് പറഞ്ഞാൽ എന്ത് നോക്കാം. ളുഹ്ർ അസ്റിൻ്റെയും മഗ്രിബ് ഇശാഇൻ്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കലാണ്. ളുഹ്ർ അസ്റിൻ്റെ സമയത്ത് നിസ്കരിക്കുക, മഗ്രിബ് ഇശാഇൻ്റെ സമയത്ത് നിസ്കരിക്കുക. ഇതിനെയാണ് പിന്തിച്ച് ജമ്മാക്കുക എന്ന് പറയുന്നത്. ജമ്മു തഅഖീറിൻ്റെ നിബന്ധനകൾ നോക്കാം. ആദ്യ നിസ്കാരത്തിൻ്റെ സമയം കഴിയും മുമ്പ് ജമ്മ് ആക്കുന്നവൻ കരുതുക. ജമ്മ് ആക്കുന്നുവെന്ന് കരുതുക. ആദ്യ നിസ്കാരത്തിൻ്റെ സമയം കഴിയും മുമ്പ് ജമ്മ് ആക്കുന്നുവെന്ന് കരുതുക. അഥവാ മഗ്രിബിൻ്റെ സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ മഗ്രിബിനെയും ഇശാഇനെയും ജമ്മ് ആക്കുന്നു എന്ന് അവിടെ കരുതുക. ഇത് നോക്കാം. രണ്ട് നിസ്കാരവും പൂർത്തിയാവും വരെ യാത്രയിലാവുക. ഇവിടെ ളുഹ്റും അസ്റും ജമ്മാക്കി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ മഗ്രിബും ഇശാവും ജമ്മാക്കി നിസ്കരിക്കുന്നു. ഈ സമയത്ത് രണ്ട് നിസ്കാരവും പൂർത്തിയാവും വരെ യാത്രയിൽ ഉണ്ടാകണം. ഇത് ജമ്മു തഅഖീറിൻ്റെ നിബന്ധനയാണ്. തദ്രീബാത്തിലേക്ക് നമുക്ക് നോക്കാം. ജമ്മും ഖസ്റുമായി നിസ്കരിക്കുന്നതിൻ്റെ നിബന്ധനകൾ എന്തെല്ലാം? ജമ്മും ഖസ്റും ആയി നിസ്കരിക്കുന്നതിൻ്റെ നിബന്ധനകൾ എന്തെല്ലാം? 1. ദീർഘയാത്രയിലായിരിക്കുക. ജമ്മും ഖസ്റിനും ചില നിബന്ധനകളുണ്ട്. 1. ദീർഘയാത്രയിലായിരിക്കുക. 2. മർഹല അഥവാ ഏകദേശം 133 കിലോമീറ്റർ ഉണ്ടാവുക. ഇതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധന അനുവദനീയമായ യാത്രയാവുക. യാത്ര പോകുന്നത് അത് അനുവദനീയമായ യാത്രയായിരിക്കണം. 3. ലക്ഷ്യസ്ഥാനം അറിയുക. എവിടേക്കാണോ പോകുന്നത് എന്നുള്ളത് അറിയുക. 4. താമസിക്കുന്ന നാട് വിട്ടുകിടക്കുക. താമസിക്കുന്ന നാട് വിട്ടുകിടക്കണം, എന്നാലേ ജമ്മു അവിടെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അഥവാ ജമ്മും ഖസ്റും ആയി നിസ്കരിക്കാൻ അതിൻ്റെ നിബന്ധന ഒക്കുകയുള്ളൂ. ഈ 4 ജമ്മുവിനും ഖസ്റിനും ഉള്ള നിബന്ധനകൾ. ചോദ്യം 2. ജമ്മു തഅഖീറിൻ്റെ നിബന്ധനകൾ. ജമ്മു തഅഖീറിൻ്റെ നിബന്ധനകൾ അഥവാ ഭിന്തിച്ച് നിസ്കരിക്കുന്ന സമയത്ത് ജമ്മാക്കും. ആ ജമ്മാക്കുന്ന സമയത്ത് എന്തൊക്കെ ആവശ്യമാണ്? ഇതിൻ്റെ നിബന്ധനയാണ് പറയുന്നത്. ജമ്മു തഅഖീറിൻ്റെ നിബന്ധന ളുഹ്ർ അസ്റിൻ്റെയും മഗ്രിബ് ഇശാഇൻ്റെയും സമയത്തേക്ക് പിന്തിച്ച് നിസ്കരിക്കൽ. ആദ്യ നിസ്കാരത്തിൻ്റെ സമയം കഴിയും മുമ്പ് ജമ്മു ആക്കുന്നുവെന്ന് കരുതുക. ആദ്യ നിസ്കാരത്തിൻ്റെ സമയം കഴിയും മുമ്പ് ജമ്മു ആക്കുന്നുവെന്ന് കരുതുക. 2 നിസ്കാരവും പൂർത്തിയാവും വരെ യാത്രയിലാവുക. 2 നിസ്കാരവും പൂർത്തിയാവുന്നത് വരെ യാത്രയിലാവുക. ഇതാണ് ജമ്മു തഅഖീറിൻ്റെ നിബന്ധനകളായിട്ടുള്ളത്. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കാനും അതേപോലെ തന്നെ പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. ചോദ്യത്തിൻ്റെ 3ാമത്തെ ഭാഗം, ഇഖ്തരി സഹീഹ ബിഹാദിഹി സഹീഹൻ. 1ാമത്തെ ചോദ്യം, ജമ്മും ഖസ്റും അനുവദനീയമാകുന്ന യാത്രയുടെ ദൂരം. ജമ്മും ഖസ്റും അനുവദനീയമാകുന്ന യാത്രയുടെ ദൂരം. ശരിയായത് 133 കിലോമീറ്റർ. 133 കിലോമീറ്റർ. 2ാമത്തത്, ഖസ്ർ എന്നാൽ എന്താണ്? അതിൻ്റെ ശരിയായ ആൻസർ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുക. 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി നിസ്കരിക്കുക. 3ാമത്തെ ചോദ്യം, ജമ്മു തഖ്ദീം ഏതാണ്? ജമ്മു തഖ്ദീം ഏതാണ്? ഉത്തരം, അസുറിനെ ളുഹ്റിലേക്ക് മുന്തിക്കുക. അസുറിനെ ളുഹ്റിലേക്ക് മുന്തിക്കുക. ഇതാണ് ജമ്മു തഖ്ദീം. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം, അൽ അൻഷിദത്തു തത്ബീഖിയ, പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്.
താഴെയുള്ളവയിൽ ജമ്മ് ഖസ്ർ അനുവദനീയമായവയും അല്ലാത്തവയും വ്യക്തമാക്കാം. 1. 150 കിലോമീറ്റർ ദൂരെയുള്ള ഹലാലായ യാത്ര. ഇവിടെ ജമ്മും ഖസ്റും ആക്കാം. ചോദ്യം 2. 120 കിലോമീറ്റർ ദൂരെയുള്ള രോഗിയായ ബന്ധുവിനെ കാണാൻ പോകുന്ന യാത്ര. ഇവിടെ ജമ്മും ഖസ്റും പറ്റൂല. കാരണം 120 കിലോമീറ്ററാണ്. നിശ്ചയിച്ച കിലോമീറ്റർ അവിടെ ലഭ്യമാകുന്നില്ല. 3-ാമത്തെ ചോദ്യം. ഒരു മ്യൂസിക് പാർട്ടിയിൽ പങ്കെടുക്കാനായി 200 കിലോമീറ്റർ ദൂരമുള്ള യാത്ര. ഇവിടെ കിലോമീറ്റർ കൂടുതലാണെങ്കിലും ഹലാലായ യാത്ര അല്ലാത്തതുകൊണ്ട് ജംഉം ഖസ്റും പാടില്ല. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6-ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 4-ാം പാഠം. അദ്ദർസുർ റാബിഅ, പാഠം 4. സ്വലാത്തുൽ വിത്തിരി വത്തഹജ്ജുദി. വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം എന്നീ 2 സുന്നത്ത് നിസ്കാരങ്ങളെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലുള്ള വിഷയങ്ങൾ നോക്കാം. രാത്രിയിലെ 2 സുന്നത്ത് നിസ്കാരങ്ങളാണ് വിത്റും തഹജ്ജുദും. റവാത്തിബ് നിസ്കാരങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് വിത്ർ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണ്. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. അൽ വിത്റു ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. വിത്റിൻ്റെ സമയം ഇശാ നിസ്കാരത്തിൻ്റെയും ഫജ്റിൻ്റെയും ഇടയിലാണ്. വിത്റിൻ്റെ സമയം ഇശാ നിസ്കാരത്തിൻ്റെയും ഫജ്റിൻ്റെയും അഥവാ സുബഹിൻ്റെയും ഇടയിലാണ്. രാത്രിയിലെ അവസാന നിസ്കാരം വിത്റാവലാണ് ഏറ്റവും നല്ലത്. രാത്രിയിലെ അവസാന നിസ്കാരം വിത്ർ ആവലാണ് ഏറ്റവും നല്ലത്. ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാണ്. ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണമായത് 11 റക്അത്തുമാണ് വിത്ർ. പൂർണ്ണതയിൽ കുറഞ്ഞത് 3 റക്അത്താണ്. 1-ൽ കൂടുതൽ നിസ്കരിക്കുന്നവർ ഈ 2 റക്അത്തുകളായി നിസ്കരിച്ച് ഒറ്റ റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. 1-ലധികം നിസ്കരിക്കുമ്പോൾ അവസാന 3 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം താഴെ പറയും വിധം സൂറത്ത് ഓതൽ സുന്നത്താണ്. ഏതെല്ലാമാണ് സൂറത്ത് എന്ന് നമുക്ക് നോക്കാം. 1-ലധികം നിസ്കരിക്കുമ്പോൾ അഥവാ 3 റക്അത്തോ അല്ലെങ്കിൽ 3 റക്അത്തുകളേക്കാൾ കൂടുതലോ നിസ്കരിക്കുമ്പോൾ അവസാന 3 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം താഴെ പറയുന്ന സൂറത്തുകളാണ് ഓതൽ സുന്നത്തുള്ളത്. 1-ാം റക്അത്തിൽ സൂറത്തുൽ ആയില, സബ്ബിഹിസ്മ റബ്ബിക്കൽ ആയില എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൽ ആയില. അതാണ് 1-ാം റക്അത്തിൽ ഓതേണ്ടത്. 2-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഈ സൂറത്താണ് 2-ാം റക്അത്തിൽ ഓതേണ്ടത്. 3-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസി അൽ മുഅവ്വിദത്തൈൻ, സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദത്തൈനുമാണ്. അഥവാ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. മുഅവ്വിദത്തൈൻ 2 സൂറത്തുകളാണ്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നീ 2 സൂറത്തുകളാണ്. പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. എല്ലാ ദിവസവും ഒറ്റ റക്അത്ത് കൊണ്ട് വിത്റിനെ പതിവാക്കുക എന്നുള്ളത് അത് കറാഹത്താണ്. വിത്ർ നിസ്കാര ശേഷം 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്നും ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക
അൻത കമ അത്നൈത അലാ നഫ്സിക് എന്നും ചൊല്ലൽ സുന്നത്താണ്. വിത്ർ നിസ്കാര ശേഷം 3 പ്രാവശ്യം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറയുക. ശേഷം അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അത്നൈത അലാ നഫ്സിക എന്നും ചൊല്ലൽ സുന്നത്താണ്. റമളാനിൽ വിത്ർ ജമാഅത്തായി നിസ്കരിക്കലും റമളാൻ അവസാന പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതലും സുന്നത്താകുന്നു. റമളാനിൽ വിത്ർ ജമാഅത്തായി നിസ്കരിക്കലും റമളാൻ അവസാന പകുതിയിലെ വിത്റിൽ ഖുനൂത്ത് ഓതലും സുന്നത്താണ്. ഇനി നമുക്ക് തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ച് നോക്കാം. തഹജ്ജുദ് നിസ്കാരം രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത്. സാധാരണ രീതിയിലുള്ള 2 റക്അത്ത് നിസ്കാരമാണിത്. തഹജ്ജുദ് നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക, കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽപ്പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്, പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക, കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽപ്പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്, പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണിത്. തഹജ്ജുദിൻ്റെ റക്അത്തുകൾക്ക് പരിധിയില്ല. എത്ര റക്അത്ത് വേണമെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാം. ചുരുങ്ങിയത് 2 റക്അത്താണ്, കൂടിയാൽ അതിന് പരിധിയില്ല. ഈ 2 റക്അത്തുകളായി എത്രയും നിസ്കരിക്കാം. റക്അത്തുകൾ കൂട്ടുന്നതിനേക്കാൾ ഉത്തമം നൃത്തം ദീർഘിപ്പിക്കലാണ്. നിസ്കാരങ്ങളുടെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ, അഥവാ റക്അത്തുകളുടെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ നിസ്കാരത്തെ ദീർഘിപ്പിക്കുക. ആ ദീർഘിപ്പിക്കൽ നൃത്തത്തിൽ ദീർഘിപ്പിക്കലാണ്. അഥവാ കൂടുതൽ സമയം ഖുർആൻ പാരായണം ഓതാൻ വേണ്ടി, സൂറത്തുകൾ കൂടുതൽ ഓതാൻ വേണ്ടിയായിരിക്കണം നൃത്തം കൂടുതലാക്കേണ്ടത്. സ്വന്തമായി തഹജ്ജുദ് ശീലിക്കുന്നതോടൊപ്പം കുടുംബത്തെയും ഇതിന് പ്രേരിപ്പിക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാഥൻ തൗഫീഖ് ചെയ്യട്ടെ, ആമീൻ. നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രിബാത്ത് നോക്കാം. തദ്രിബാത്തിലെ 1ാമത്തെ ഭാഗം ബയ്യിൻ, വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1, വിത്ർ നിസ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. വിത്ർ നിസ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. ഉത്തരം, രാത്രിയിലെ അവസാന നിസ്കാരം വിത്റാവലാണ് ഏറ്റവും നല്ലത്. രാത്രിയിലെ അവസാന നിസ്കാരം വിത്റാവലാണ് ഏറ്റവും നല്ലത്. അതാണ് അനുയോജ്യമായ സമയം. ചോദ്യം 2, വിത്ർ നിസ്കാരത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം. ചുരുങ്ങിയത് 1 റക്അത്താണ്. ചുരുങ്ങിയത് 1 റക്അത്ത് നിസ്കരിക്കലാണ്. ചോദ്യം 3, വിത്ർ ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിൽ ഓതേണ്ട സൂറത്തുകൾ. ഉത്തരം, ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാന 3 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1-ാം റക്അത്തിൽ സൂറത്തുൽ അഅല, 2-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 3-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ അൽ മുഅവ്വിദത്തൈൻ. ചോദ്യം 4, പതിവായി 1 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നതിൻ്റെ വിധി. ഉത്തരം, പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. ചോദ്യം 5, തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ. ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക, കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽപ്പെട്ടതും
അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ലഅ് സ്വഹീഹൻ ഔ ഖത്അൻ, ശരിയായതിന് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക. ചോദ്യം 1, വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. അത് ശരിയാണ്. ചോദ്യം 2, തഹജ്ജുദ് നിസ്കാരം ഇശാഇന് ശേഷമാണ് നിർവഹിക്കേണ്ടത്. അത് തെറ്റാണ്. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ് നിസ്കരിക്കേണ്ടത്. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷം. ചോദ്യം 3, വിത്ർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ്. ശരിയാണ്. ചോദ്യം 4, തഹജ്ജുദിൻ്റെ റക്അത്തുകൾക്ക് പരിധിയില്ല. ശരിയാണ്. ചോദ്യം 5, റമളാനിൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്ത് ഇല്ല. അത് തെറ്റാണ്. അതിൻ്റെ ശരിയായത് സുന്നത്താണ്. റമളാനിൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നുള്ളതാണ്. ചോദ്യം 1, വിത്ർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ എണ്ണം 11 റക്അത്തുകളാണ്. ചോദ്യം 2, അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അത്നൈത അലാ നഫ്സിക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഖതിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അത്നൈത അലാ നഫ്സിക. ചോദ്യം 3, സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ്. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി, പ്രാക്ടിക്കൽ പ്രവർത്തനമാണ്, ഗ്രൂപ്പ് ചർച്ചയാണ്. തഹജ്ജുദ് ശീലിക്കുന്നതിലൂടെ ഒരാൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? തഹജ്ജുദ് ശീലമാക്കിയാൽ അത് മുൻഗാമികളുടെ ശീലങ്ങളിൽപ്പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവും പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 5ാമത്തെ പാഠം, അദ്ദർസുൽ ഖാമിസ്, പാഠം 5, സ്വലാത്തു തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന പാഠമാണ്. നമുക്ക് തറാവീഹ് നിസ്കാരത്തിനെ കുറിച്ച് നോക്കാം. റമളാനിൽ പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. റമളാനിലെ പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. ഇതിന് ഖിയാമു റമളാൻ എന്നും പേരുണ്ട്. തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു. തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു. എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സ്വഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. അതിനാലാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. ഇശാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ് ഇതിൻ്റെ സമയം. ഇശാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ് ഇതിൻ്റെ സമയം. തറാവീഹ് 20 റക്അത്താണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്തിരി. തബറാനിയും ബൈഹഖിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ് റഹ്മത്തുള്ളാഹി അലൈഹി. നിശ്ചയം, ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന
20 റക്അത്തൻ സിവൽ വിത്തിരി. നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്തർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. ഓരോ ഈ 2 റക്അത്തുകളിലും സലാം വീട്ടൽ നിർബന്ധമാണ്. ഓരോ ഈ 2 റക്അത്തുകളിലും സലാം വീട്ടൽ നിർബന്ധമാണ്. തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഖിയാമു റമളാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഓരോ 2 റക്അത്തിലും നിയത്ത് ചെയ്യണം. തറാവീഹ് നിസ്കാരത്തിൻ്റെ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഓരോ 2 റക്അത്തിൻ്റെ ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമിൽ സാധാരണ പോലെ നിയത്ത് ചെയ്യേണ്ടതാണ്. അത് നിർബന്ധമാണ്. ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. അഥവാ ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇശാഇനെ മഗ്രിബിലേക്ക് മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നവർക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം തറാവീഹ് നിസ്കരിക്കാവുന്നതാണ്. അഥവാ യാത്രയിലോ മറ്റോ ജംആക്കി നിസ്കരിക്കുന്ന രൂപം വന്നാൽ ഇശാഉം മഗ്രിബും ഒന്നിച്ച് നിസ്കരിക്കുന്ന സമയത്ത് ജംഉ തഖ്ദീമാക്കുമ്പോൾ ഇശാ നിസ്കാരത്തിനെ മഗ്രിബിൻ്റെ സമയത്തേക്ക് മുന്തിച്ച് നിസ്കരിക്കലുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ അവിടെ ഇശാ നിസ്കരിച്ച ശേഷം തന്നെ തറാവീഹ് നിസ്കരിക്കാവുന്നതാണ്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ബയ്യിൻ, വ്യക്തമാക്കാം എന്നതാണ്. ചോദ്യം 1, തറാവീഹിൻ്റെ സമയം. തറാവീഹിൻ്റെ സമയം. ഉത്തരം ഇശാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ്. ഇശാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ് ഇതിൻ്റെ സമയം. ചോദ്യം 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച തറാവീഹിൻ്റെ റക്അത്തുകളുടെ എണ്ണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച തറാവീഹിൻ്റെ റക്അത്തുകളുടെ എണ്ണം. ഉത്തരം 20. ചോദ്യം 3, തറാവീഹ് നിസ്കാരത്തിൻ്റെ മറ്റൊരു പേര്. തറാവീഹ് നിസ്കാരത്തിൻ്റെ മറ്റൊരു പേര്. ഉത്തരം ഖിയാമു റമളാൻ. ഖിയാമു റമളാൻ. ചോദ്യം 4, തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. തറാവീഹ് നിസ്കരിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഉത്തരം കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടും. കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടും. ചോദ്യം 5, തറാവീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം. തറാവീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം. ഉത്തരം തറാവീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം കഴിഞ്ഞുപോയ പാപങ്ങൾ അള്ളാഹു പൊറുക്കപ്പെടും. അഥവാ വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ലഅ അലാമത്ത സ്വഹീഹൻ ഔ ഖത്അൻ വസഹീഹിൽ ഖത്അ. ശരിയായതിന് ശരിയെന്നും തെറ്റിന് തെറ്റ് എന്നും അടയാളപ്പെടുത്തുക. തെറ്റിനെ ശരിപ്പെടുത്തി എഴുതുകയും ചെയ്യുക. നമുക്ക് നോക്കാം. ചോദ്യം 1, തറാവീഹ് 10 റക്അത്താണ്. തെറ്റാണ്. തറാവീഹ് 20 റക്അത്താണ്. ചോദ്യം 2, തറാവീഹ് നിസ്കാരം സുന്നത്താണ്. ശരിയാണ്. ചോദ്യം 3, തറാവീഹിൻ്റെ സമയം ഇശാഇന് ശേഷം ഫജ്ർ വരെയാണ്. ശരിയാണ്. ചോദ്യം 4, തറാവീഹ് ഈ 2 റക്അത്തായാണ് നിസ്കരിക്കേണ്ടത്. ശരിയാണ്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കമ്മിൽ പൂരിപ്പിക്കാം എന്നതാണ്. ചോദ്യം 1, തറാവീഹ് റമളാൻ മാസത്തിലെ പ്രത്യേക നിസ്കാരമാണ്. തറാവീഹ് റമളാൻ മാസത്തിലെ പ്രത്യേക നിസ്കാരമാണ്. ചോദ്യം 2, തറാവീഹ് 20 റക്അത്താണ്. തറാവീഹ് 20 റക്അത്താണ്. ചോദ്യം 3, തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്.
തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. ചോദ്യത്തിൻ്റെ 4ാമത്തെ ഭാഗം അന്നശാത്തു തത്ബീഖി, പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങളാണ്. കഴിഞ്ഞ റമദാനിൽ തറാവീഹ് നിസ്കരിച്ച ദിവസങ്ങളുടെ എണ്ണം ചർച്ച ചെയ്യുക. കഴിഞ്ഞ റമദാനിൽ എത്ര തറാവീഹ് നിസ്കാരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്? 29 ആണോ 30 ആണോ? അങ്ങനെ നമ്മളൊന്ന് ചർച്ച ചെയ്യുക. എന്നാൽ ഒരു തറാവീഹിൽ 20 റക്അത്താണെങ്കിൽ 30 തറാവീഹ് ലഭിച്ചാൽ ടോട്ടൽ എത്ര റക്അത്ത് നിസ്കരിച്ചു? 29 തറാവീഹ് ആണ് നിസ്കരിച്ചതെങ്കിൽ മൊത്തം 29 ദിവസങ്ങളിലായി എത്ര റക്അത്തുകൾ തറാവീഹ് ഒരു മാസത്തിൽ നിസ്കരിച്ചു? ഈ ചർച്ച ചെയ്ത് നമ്മൾ നമ്മുടെ നിസ്കാരത്തിൻ്റെ റക്അത്തുകളുടെ എണ്ണവും ദിവസവും നമ്മൾ കൃത്യമായി പറയുക. അള്ളാഹു നമുക്ക് നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ 6ാമത്തെ പാഠം സുജൂദു സഹ്വ്. സഹ്വിൻ്റെ സുജൂദിനെ കുറിച്ചുള്ള പാഠമാണ്. നമുക്ക് നോക്കാം സുജൂദ് സഹ്വിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണ്. നിസ്കാരത്തിലുണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിൻ്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹ്വിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. നിസ്കാരത്തിലുണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിൻ്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹ്വിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. സുജൂദ് സഹ്വിൻ്റെ രൂപം. സഹ്വിൻ്റെ സുജൂദ് ഞാൻ നിസ്കരിക്കുന്നു, സഹ്വിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതി സാധാരണ പോലെ 2 സുജൂദും അതിനിടയിലെ ഇരുത്തവും അടങ്ങുന്നതാണ് ഇതിൻ്റെ രൂപം. സഹ്വിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതി സാധാരണ പോലെ 2 സുജൂദും അതിനിടയിൽ ഇരുത്തവും അടങ്ങുന്നതാണ് അതിൻ്റെ രൂപം. സുജൂദിൻ്റെ വിധി. സഹ്വിൻ്റെ സുജൂദ് സുന്നത്താണ്. എന്നാൽ ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂം ചെയ്യൽ നിർബന്ധമാണ്. ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂം ചെയ്യൽ നിർബന്ധമാണ്. അറിഞ്ഞും മനഃപൂർവ്വവും ഇമാമിൻ്റെ കൂടെ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അറിഞ്ഞും മനഃപൂർവ്വവും ഇമാമിൻ്റെ കൂടെ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. സുജൂദ് മറന്ന് സലാം വീട്ടിയ ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ എഴുന്നേറ്റ് നിന്ന മസ്ബൂക്കും സുജൂദിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. സുജൂദ് മറന്ന് സലാം വീട്ടിയ ഇമാമ് സഹ്വിൻ്റെ സുജൂദ് പിന്നീട് ചെയ്താൽ എഴുന്നേറ്റ് നിന്ന മസ്ബൂക്ക് സുജൂദിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. മസ്ബൂക്കിന് തൻ്റെ നിസ്കാരത്തിൻ്റെ അവസാനം വീണ്ടും സുജൂദ് ചെയ്യൽ സുന്നത്താണ്. മസ്ബൂക്കാണെങ്കിൽ മസ്ബൂക്കിൻ്റെ അവസാനത്തെ റക്അത്തിൽ നിസ്കാരത്തിൻ്റെ അവസാനം വീണ്ടും സുജൂദ് ചെയ്യൽ സുന്നത്താണ്. മഅ്മൂമിന് മാത്രമായി തുടർച്ച വേളയിൽ സംഭവിക്കുന്ന തകരാറുകൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മഅ്മൂമിന് എന്തെങ്കിലും ഇടർച്ച വന്നാൽ ആ ഇടർച്ചയ്ക്ക് സഹ്വിൻ്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. താഴെ പറയുന്ന ഒരു കാര്യം ഉണ്ടായ ഇമാം സഹ്വിൻ്റെ സുജൂദ് ചെയ്തില്ലെങ്കിൽ മഅ്മൂമിന് അത് സുന്നത്തുണ്ട്. താഴെ പറയുന്ന ഒരു കാരണമുണ്ടായ ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്തില്ലെങ്കിൽ മഅ്മൂമിനത് സുന്നത്തുണ്ട്. ഏതെല്ലാം ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സഹ്വിൻ്റെ സുജൂദിനുള്ള കാരണങ്ങൾ. 1. അബ്ആദ് സുന്നത്ത് മറന്നോ മനഃപൂർവ്വമോ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ സംശയിക്കുക. അബ്ആദ് സുന്നത്ത് മറന്നോ മനഃപൂർവ്വമോ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ സംശയിക്കുക. 2. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്നു ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യം മറന്ന് ചെയ്യുക. മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും
മറന്ന് ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യം മറന്ന് ചെയ്യുക. ഉദാഹരണം, ഫിഅലിയായ ഒരു ഫർള് മറന്ന് വർദ്ധിപ്പിക്കുക. ഫിഅലിയായ ഒരു ഫർള് മറന്ന് വർദ്ധിപ്പിക്കുക, അതായത് 2 സുജൂദ് ചെയ്യേണ്ട സ്ഥലത്ത് ഒരാൾ 3 സുജൂദ് ചെയ്തു. ഇത് ഫർള് വർദ്ധിപ്പിക്കലാണ്. ഇത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. എന്നാൽ മറന്നു ചെയ്താലോ നിസ്കാരം ബാത്തിലാവുകയുമില്ല. മൂന്നാമത്തേത് കാരണം ഖൗലിയായ ഒരു കാര്യം സ്ഥാനം മാറ്റുക. ഖൗലി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഫർളുകൾ. ഉദാഹരണത്തിന് ഫാത്തിഹ ഓതൽ, അത്തഹിയാത്ത് ഓതൽ, ഇതൊക്കെ ഖൗലിയായ ഫർളുകളാണ്. ഉദാഹരണം അവിടെ നൽകിയിട്ടുണ്ട്. ഫാത്തിഹ, സൂറത്ത്, തശഹുദ്, കുനൂത്ത് തുടങ്ങിയവ അതിൻ്റെ സ്ഥാനത്തല്ലാതെ ഓതുക. എന്നാൽ തക്ബീറത്തുൽ ഇഹ്റാമോ സലാമോ മനഃപൂർവ്വം സ്ഥാനം മാറ്റിയാലും ഫിഅലിയായ ഫർള് വർദ്ധിപ്പിച്ചാലും നിസ്കാരം ബാത്തിലാകും. സലാമും തക്ബീറത്തുൽ ഇഹ്റാമും മനഃപൂർവ്വമോ സ്ഥാനം മാറ്റിയാലോ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഫിഅലിയായ ഒരു ഫർള് മനഃപൂർവ്വം മാറ്റിയാലും അത് ബാത്തിലാകുന്നതാണ്. നാലാമത്തെ കാരണം കൂടുതലാവാൻ സാധ്യതയുള്ള നിലയിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിക്കുക. ഈ ഘട്ടത്തിൽ കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് ബാക്കി നിസ്കരിക്കുക. അവസാനം സഹ്വിൻ്റെ സുജൂദ് ചെയ്യണം. ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിച്ചത് 3 റക്അത്താണോ 4 റക്അത്താണോ എന്ന് സംശയിച്ചാൽ കുറഞ്ഞതുകൊണ്ട് പിടിക്കുക, അഥവാ 3 റക്അത്താണ് എന്ന് ഉറപ്പിക്കുക. ശേഷം 1 റക്അത്ത് നിസ്കരിക്കുക. ഇങ്ങനെയുള്ള സംശയമുള്ളതിന് വേണ്ടി സഹ്വിൻ്റെ സുജൂദും കൂടി അവസാനം ചെയ്യുക. സലാമിൻ്റെ ശേഷമുണ്ടാകുന്ന സംശയത്തിന് പരിഗണനയില്ല. സലാമിൻ്റെ ശേഷമുണ്ടാകുന്ന സംശയത്തിന് പരിഗണനയില്ല. എന്നാൽ നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ ആണ് സംശയിച്ചതെങ്കിൽ മടക്കി നിസ്കരിക്കണം. നിയ്യത്തിൻ്റെ കാര്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കാര്യത്തിലോ സംശയം വന്നാൽ ആ നിസ്കാരം തന്നെ മടക്കി നിസ്കരിക്കൽ നിർബന്ധമാണ്. നമുക്ക് തദ്രീബാത്തിൻ്റെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം അജിബ്, ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം 1, സഹ്വിൻ്റെ സുജൂദ് എന്നാൽ എന്ത്? സഹ്വിൻ്റെ സുജൂദ് എന്നാൽ എന്ത്? ഉത്തരം, നിസ്കാരത്തിലുണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിൻ്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹ്വിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. നിസ്കാരത്തിലുണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിൻ്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹ്വിൻ്റെ സുജൂദ് എന്ന് പറയുന്നത്. ചോദ്യം 2, സഹ്വിൻ്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത്? സഹ്വിൻ്റെ സുജൂദ് എപ്പോഴാണ് ചെയ്യേണ്ടത്? ഉത്തരം, സലാമിൻ്റെ അല്പം മുമ്പ്. സലാമിൻ്റെ അല്പം മുമ്പ്. ചോദ്യം 3, സുജൂദു സഹ്വിൻ്റെ രൂപം എങ്ങനെ? സുജൂദു സഹ്വിൻ്റെ രൂപം എങ്ങനെ? ഉത്തരം, സഹ്വിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതി സാധാരണ പോലെ 2 സുജൂദും അതിനിടയിലെ ഇരുത്തവും അടങ്ങുന്നതാണ് അതിൻ്റെ രൂപം. സഹ്വിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതി സാധാരണ പോലെ 2 സുജൂദും അതിനിടയിലെ ഇരുത്തവും അടങ്ങുന്നതാണ് അതിൻ്റെ രൂപം. ചോദ്യം 4, ഇമാമ് സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂം സുജൂദ് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം, നിർബന്ധം. ഉത്തരം, നിർബന്ധമാണ്. ചോദ്യം 5, സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ എഴുതുക. സഹ്വിൻ്റെ സുജൂദ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ. 1, അബ്ആദ് സുന്നത്ത് മറന്നോ മനഃപൂർവ്വമോ ചെയ്യുക. അബ്ആദ് സുന്നത്ത് മറന്നോ മനഃപൂർവ്വമോ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിൽ സംശയിക്കുക. 2, മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതും മറന്ന് ചെയ്താൽ ബാത്തിലാകാത്തതുമായ ഒരു കാര്യം മറന്ന് ചെയ്യുക. 3, ഖൗലിയായ ഒരു കാര്യം സ്ഥാനം മാറ്റുക. 4, കൂടുതലാവാൻ സാധ്യതയുള്ള നിലയിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിക്കുക. ചോദ്യം 6, എത്ര റക്അത്ത് നിസ്കരിച്ച
നിസ്കരിച്ചുവെന്ന് സംശയിച്ചാൽ എന്തു ചെയ്യണം? എത്ര റക്അത്ത് നിസ്കരിച്ചുവെന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഉത്തരം: കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് ബാക്കി നിസ്കരിക്കണം. കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് ബാക്കി നിസ്കരിക്കണം. സുജൂദിൻ്റെ രണ്ടാമത്തെ ഭാഗം നോക്കാം. തദ്രീബാത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. അലാമത്ത സ്വഹീഹൻ ഔ ഖത്അൻ വ സഹീഹിൽ ഖത്അ. ശരിയായതിന് ശരിയെന്ന് അടയാളപ്പെടുത്തുക, തെറ്റിന് തെറ്റ് എന്ന് അടയാളപ്പെടുത്തുക, തെറ്റിനെ ശരിപ്പെടുത്തുകയും ചെയ്യുക. ചോദ്യം 1. സഹ്വിൻ്റെ സുജൂദ് സലാമിന് ശേഷം ചെയ്യേണ്ടതാണ്. അത് തെറ്റാണ്. എൻ്റെ ശരിയായ രൂപം അല്പം മുമ്പ് ചെയ്യേണ്ടതാണ്. സലാമിന് അല്പം മുമ്പ് ചെയ്യേണ്ടതാണ് സഹ്വിൻ്റെ സുജൂദ്. ചോദ്യം 2. മറന്ന് സലാം വീട്ടിയ ഇമാം സുജൂദിലേക്ക് മടങ്ങിയാൽ മസ്ബൂക്കും മടങ്ങണം. ശരിയാണ്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയിൽ ഉന്നത വിജയം നേടുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.